ഗൈസ്, വെൽക്കം ടു അഫ്സീസ് വേൾഡ്. അഫ്സീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂളിൻ്റെ മോർണിംഗ് റൊട്ടീനാണ്. ഒരുപാട് ദിവസത്തെ ലീവിന് ശേഷം ചേട്ടന്മാർക്കും എനിക്കൊക്കെ പനിയായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് അവരൊരു 7 ഡേയ്സിന് ശേഷം സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ എന്താ പറയുക, ഇന്ന് നല്ല മടി കാണും. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? വാ. ചേട്ടന്മാർ നല്ല ഉറക്കാണ് കേട്ടോ. ലൈറ്റിനൊക്കെ പ്രശ്നം നല്ലോണം ഉണ്ടാവും. കളി. ഹലോ ഹലോ, എണീക്കുന്നില്ലേ? വാ, സമയം കുറേ ആയിട്ടോ, ലേറ്റായി. എണീക്ക്. ഹലോ മനു, ഇന്നത്തെ സാർ ചുങ്കുട് കിട്ടാ സ്കൂളിൽ പോണ്ടേ? പോണ്ടേ? പോവണ്ടേന്ന് വയണിക്ക്. ഇതെന്താ ശിഷ്കായിട്ടൊക്കെ കിടക്കുന്നേ? എണീറ്റാ ബാ വാടാ, എണീറ്റ്. അവരവിടെ ഇരുന്ന് പല്ലേക്കട്ടെ. നമുക്ക് കിച്ചണിലുള്ള പരിപാടിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനതിനിവിടെ റേറ്റെ ഞാൻ ഈ ചെമ്മീൻ വന്നാണ്ട് പുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ടിനുള്ളത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് പുട്ടിന് ആദ്യം ചായ വെക്കാം, പിന്നെ പുട്ടിനുള്ള പരിപാടി നോക്കാം. എല്ലാം പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ഇതിനകത്തോട്ട് ഇടുക കേട്ടോ. ഫസ്റ്റ് കുറച്ച് തേങ്ങ ഇട്ട് ഇടക്കാം. പിന്നെ നമ്മൾ പുട്ടുപൊടി ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. പുട്ടിന് ഇങ്ങനെയാണ് ആവുന്നില്ല. അപ്പോൾ പുട്ടിടാൻ സ്റ്റാർട്ട് ചെയ്യണം പ്ലീസ്. അതിലേക്ക് കുറച്ച് പുട്ടുപൊടി ഇട്ടെടുക്കാം. ഓക്കെ, അപ്പത്തെ തേങ്ങ പിന്നെ വീണ്ടും നമ്മൾ പുട്ടുപൊടി. ഇതെന്തിനാ അപ്പോൾ ഇങ്ങനെ ഇടുന്നതെന്നാണ് ഞാൻ ആലോചിക്കണം. ഈ തേങ്ങയും അരിപ്പൊടിയും കൂടെ ഒരുമിച്ച് കുഴച്ച് വെച്ചിട്ട് ഒരു കുറ്റിക്കകത്തോടെ നിൽക്കാം. അപ്പോൾ ഇതിന് ലെയറാക്കി എടുക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയില്ല. ചിലരുണ്ടല്ലോ ഈ പുട്ട് കഴിക്കുമ്പോൾ ഈ തേങ്ങ അങ്ങ് കളയുകയും ചെയ്യും. പക്ഷെ തേങ്ങ ഇല്ലാണ്ട് പുട്ട് തിന്നേയില്ല. അങ്ങനെയല്ല, എൻ്റെ വീട്ടിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് സെറ്റായി ഗൈസ്, സെറ്റാക്കി എടുത്തു. ആദ്യമല്ലേ ഗൈസ്, ഞാൻ അടുക്കള ഭരണം സ്റ്റാർട്ട് ചെയ്ത് ആ ടൈമിൽ ഞാൻ ഇതുപോലെ പുട്ടുകുറ്റിയിൽ പുട്ട് വെച്ചിട്ടോ. പുട്ടിങ്ങനെ വെച്ച് താഴെ നല്ല ഫ്ലെയിമിൽ, ഈ ഫ്ലെയിമിൽ എപ്പോഴും നമ്മൾ കുറച്ചിടുന്നതാണ് നല്ലത്. അതിൻ്റെ ജീവിതത്തിലൊരു പാഠത്തിൽ നിന്ന് മനസ്സിലായതാണ്. അതെന്ന് വെച്ചാൽ ഞാനിതിങ്ങനെ വെച്ചിട്ട് പോയപ്പോൾ വെള്ളം കുറവായിരുന്നു.
ഇങ്ങനെ ആദ്യമായിട്ടൊക്കെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് വെള്ളം കുറവായിരിക്കും, അതിൻ്റെ റേഷ്യോ ഒക്കെ എങ്ങനെയാണെന്ന് കറക്റ്റിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും ഇങ്ങനെ കാണാം പുട്ട് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പൊങ്ങി അങ്ങ് പൊടുത്ത് വീഴല. അയ്യോ, അതിനുശേഷം എൻ്റെ ഉമ്മ പറഞ്ഞു, മോളെ പുട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല വെള്ളം വേണം, ഇങ്ങനെ പിടിയാക്കുന്നൊക്കെ പിടി ആവണം, പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെക്കണം, അത് പതുക്കെ കിടന്ന് വേവണം, എന്നിട്ട് ആവി എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ടോ എന്ന് ഇടയ്ക്കെടുത്ത് നോക്കണം. അങ്ങനെയൊക്കെ പഠിച്ചെടുത്തതാണ്. ഇനി ചേട്ടന്മാരുടെ കാര്യം എന്താണെന്ന് പോയി നോക്കാം അല്ലേ. ഇതിനെ കുളിച്ചില്ലേ? എന്താ വേഗം പോയി കുളിക്കി. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ പോട്ടെ. ആ പോട്ടെ, കയറി കയറി കയറടാ, സമയമില്ല. ഈ കുളി പെട്ടെന്ന് കഴിയും കേട്ടോ, കാക്കക്കുളി എന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് കയറി കുളിച്ചിട്ടാ, നന്നായി കുളിച്ചിട്ട് വാട്ടോ. വെച്ചില്ലേ തണുപ്പത്ത് ആരെങ്കിലും കുളിക്കുമെന്ന് വെച്ചേക്കറിയില്ല. പോയി കുളി. അങ്ങനെ ആരെങ്കിലൊക്കെ കുളിക്കാനുണ്ടോ? കുളിക്കാതെ നിൽക്കുന്നവരുണ്ടോന്നാ? ഏറ്റവും തണുപ്പത്ത് ചില ചൂടുവെള്ളത്തിനെ കുടിക്കല്. ഞാൻ ചൂടുവെള്ളം തന്നെ ചോദിക്കും. കേരടാ, അങ്ങനത്തെ കുളിക്കാൻ പോയി ഇത്രയും തണുപ്പത്ത്. മണ്ണിന് തണുപ്പൊന്നും ഒരു പ്രശ്നം കേട്ടോ. ഞാൻ ഇവർക്കുള്ള യൂണിഫോം ഒക്കെ എടുത്ത് കൊടുക്കട്ടെ. നമ്മൾ അപ്പോൾ പിന്നെ ആവി വന്നിട്ടുണ്ട് കേട്ടോ. ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കണം. ചെറുപയർ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതിൽ സെറ്റാക്കി എടുക്കണം. ഞാനിവിടെ കുറച്ച് അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല കുറച്ച് ബീഫ് വേവിച്ച് വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റി അടി പിടിക്കാനായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് അവർക്ക് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് സ്കൂളിലേക്ക് കൊടുത്തു വരാണ് കേട്ടോ. ചെറുപയർ കറിയും പുട്ടുമാണ് സ്കൂളിലേക്ക് കൊടുത്തു വരുന്നത്. അതിൻ്റെ കൂടെ ഈ ബീഫ് ഫ്രൈ ആക്കി അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പില മാത്രം ഇട്ടിട്ട് അത് ജസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. ഇതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 4-5 പച്ചമുളകും ചെറിയ കഷ്ണം തക്കാളി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഒരു 6 വിസിൽ വന്നാൽ നമ്മുടെ കറി റെഡിയാവും. ഇതിലാണ് ആത്മകഥ കൂടിപ്പോയി. ഇപ്പം മനസ്സിലായിണ്ടാവല്ലോ എൻ്റെ ഈ പാത്രം എങ്ങനെ ചളിയിരിക്കണം. ഇങ്ങനെയൊക്കെ കുറേ പരിപാടികൾ എക്സ്ട്രാ ചെയ്യണം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യണമല്ലോ. ഞാൻ ഈ തട്ടി കൊടുക്കണൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എൻ്റെ വീട്ടിലെ പുട്ടുകുട്ടീനെ പുട്ട് ഞാൻ വേറിട്ട് വരുള്ളൂ. എന്താ ചെയ്യുക? അയ്യോ, ഞാൻ എപ്പോഴും ഇതിനകത്ത് സാധനം വാങ്ങുമോ. ഇതിവിടെ റെഡി ആകുമ്പോഴേക്ക് നമുക്ക് വാഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അതിപ്പോൾ നോക്കിയില്ലെങ്കിൽ അത് അവിടെ ഇങ്ങനെ ലേറ്റ് ആയിട്ടില്ലേ, അത് അവിടെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ വെള്ളമൊക്കെ നിറച്ച് അലക്കാണ്ട് അതിലേക്കിടാം. അങ്ങനെ അവരെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അവർക്ക് സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ,
അപ്പോൾ ഗൈസ് എല്ലാം സെറ്റായി. ഞാനൊരു പർദ്ദ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അവർ പോയിട്ട് ബസ് കയറ്റി വിട്ടിട്ട് ലേറ്റായി മദ്രസ ഇട്ടിട്ട് കട വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓടിപ്പോട്ടെ.